സ്വാഗതം TCVയുടെ പോരാട്ടത്തിലേക്ക്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് അയക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഉണ്ടാകും, നാടിന്റെ വിഷയങ്ങൾ ഉണ്ടാകും. ഈ വേളയിലെല്ലാം ജില്ലയിലെ ജനങ്ങൾ ഉറ്റുനോക്കും TCV പതിവ് പോലെ പോരാട്ടവുമായി എത്തിയിരിക്കുകയാണ്. ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങൾ പെടുന്നു: തൃശൂർ, ചാലക്കുടി, ആലത്തൂർ. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ വിഷയങ്ങൾ പോരാട്ടവുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ TCV എത്തിക്കുകയാണ്. ആദ്യമായി ചാലക്കുടി മണ്ഡലത്തിന്റെ പോരാട്ടമാണ്. ഈ പോരാട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ 3 നിയമസഭാ മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാലക്കുടി ഉൾപ്പെടുമ്പോൾ ഏറ്റവും ഹൃദയഭാഗമായ കൊടുങ്ങല്ലൂരിൽ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു. പോരാട്ടം ഒരിക്കലും ഒരു തർക്കവേദിയല്ല. അതാത് മേഖലകളിലെ ജനങ്ങൾക്കുള്ള വികസന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അവർ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് പോരാട്ടത്തിലൂടെ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലെത്തിക്കുകയാണ്, അവരുടെ കക്ഷികൾക്ക് മുന്നിലെത്തിക്കുകയാണ്. 3 പ്രധാന കക്ഷികളായ ഇടതുമുന്നണി, വലതുമുന്നണി, BJP സ്ഥാനാർത്ഥികൾ ചാലക്കുടി മണ്ഡലത്തിലും മത്സരിക്കുന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ഇന്നസെന്റ്, UDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ PC ചാക്കോ, BJPയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. 3 മുന്നണികളുടെയും പ്രതിനിധികൾ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ VK ബാലചന്ദ്രൻ, അദ്ദേഹം ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. ശ്രീ TU രാധാകൃഷ്ണൻ, UDFനെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം KPCC സെക്രട്ടറിയാണ്. ശ്രീ KP ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം BJP ജില്ലാ കമ്മിറ്റി അംഗമാണ്, BJPയെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നു. ഓരോ സ്ഥാനാർത്ഥിക്കും പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥികളുടെ കക്ഷികൾ പ്രതിനിധീകരിക്കുന്ന ഇവർ തന്നെ നമുക്ക് വ്യക്തമാക്കി തരും. ആദ്യം ഓരോ 3 മിനിറ്റ് വീതം ഇവർ നമുക്കായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചും മറ്റും അവർ 3 മിനിറ്റ് വീതം പങ്കുവയ്ക്കുന്നു. ആദ്യം ശ്രീ ബാലചന്ദ്രൻ. സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇന്ത്യ രാജ്യത്ത് അഴിമതിരഹിത മനുഷ്യമുഖത്തോടു കൂടിയ ഒരു വികസനം ഇന്ത്യ രാജ്യത്തുണ്ടാകണം എന്നാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യം ഭരിച്ച UPA ഗവൺമെൻറ്, കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPA ഗവൺമെൻറ് നടത്തിയിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു കാലത്തും നടക്കാത്ത വമ്പൻ അഴിമതിയാണ് ആ ഗവൺമെൻറ് നടത്തിയത്. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാതെ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ വികസിപ്പിക്കുന്ന എന്ന നയം സ്വീകരിച്ചുകൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവർ അവകാശപ്പെടുകയാണ്. പക്ഷേ ഉണ്ടായത്, നമ്മുടെ പൊതുഖജനാവിലേക്ക് വരേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ചൂഷണം ചെയ്യുന്നതിനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന നയമാണ് ആ ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം താഴ്ന്നു പോകുന്നൊരു സ്ഥിതിയാണ് ആ ഗവൺമെൻറ് 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. നമ്മൾക്ക് 5 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ആ ഗവൺമെൻറ് നടത്തിയത്. 5 ലക്ഷം കോടി രൂപ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പ്രതിവർഷം 5 ലക്ഷം കോടി രൂപ ഇളവ് ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി, അവൻ്റെ സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള തുകയിൽ നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ മാറ്റുകയാണ് ഗവൺമെൻറ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏകദേശം വരുന്ന 139 കോർപ്പറേറ്റ് മുതലാളിമാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് 25 ലക്ഷം കോടി രൂപ ഈ ഗവൺമെൻറ് കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജനങ്ങൾക്ക് ഒരു വർഷം കൊടുക്കേണ്ട ഭക്ഷ്യസുരക്ഷ അനുസരിച്ച് കൊടുക്കേണ്ട 2,22,333 കോടി രൂപ മാറ്റിവെക്കാൻ പോലും കഷ്ടപ്പെടും എന്നാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ഇന്ന് മത്സരരംഗത്ത് നിന്ന് ഓടിയൊളിച്ചു കൊണ്ടിരിക്കുന്ന P ചിദംബരവും അതിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പറഞ്ഞത്. ഇതിന് മാറ്റം വരേണ്ടതുണ്ട്. ഇതിന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വികസനം, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവനെ മനസ്സിൽ വെച്ചുകൊണ്ട്, സാധാരണ ജനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വികസനമാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ പ്രകൃതി വിഭവം ചൂഷണം ചെയ്യാതെ പ്രകൃതിയോടനുബന്ധമായി നിൽക്കുന്ന, അതിനെ പരിരക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സന്തുലിതമായൊരു വികസനം, അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്.
നമ്മുടെ രാജ്യത്ത് APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. 3 മിനിറ്റിൽ ഓരോരുത്തരും ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ശ്രീ യു രാധാകൃഷ്ണൻ. 16ാം ലോകസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് 15 ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വ്യത്യസ്തമാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും വോട്ട് ചെയ്യണം എന്നതാണ്. അത് സംരക്ഷിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി കോൺഗ്രസ്സാണ്. ഇവിടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അതിലേക്ക് വരണ്ട. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ആർക്ക് കഴിയും എന്നതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ വികസനം. ഈ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരന് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ഇവിടെ രാജ്യത്ത് വലിയ അഴിമതി നടക്കുകയാണ്, കൊള്ള നടക്കുകയാണ്. അതുകൊണ്ട് ആ കൊള്ള നടത്താത്തൊരു ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ പദവി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവർക്ക് എന്ത് സ്വപ്നം വേണേലും എന്ത് വേണേലും വിളിച്ച് പറയാം. പക്ഷേ ഈ രാജ്യം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ് UPA. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് വളരെ ഉത്തരവാദിത്തമുണ്ട്. പറയേണ്ട കാര്യങ്ങളിൽ സത്യസന്ധത വേണം. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിക്കുകയാണ്. 10 വർഷമല്ല, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമയം ഭരിച്ച പാർട്ടി കോൺഗ്രസ്സാണ്. ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ നിയമനിർമ്മാണങ്ങൾ വഴി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ് ലോകത്തുണ്ടാകില്ല. ഇവിടെ APL BPL വ്യത്യാസമില്ലാതെ അരി റേഷൻ കൊടുക്കാൻ പോകുന്നില്ലേ പറഞ്ഞത്. അമേരിക്കയിൽ പോലും പട്ടിണി വന്നുകൊണ്ടിരിക്കുന്നു, UK പട്ടിണി വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവൻ പട്ടിണിയുടെ പേരിൽ സമരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ 135 കോടി ജനങ്ങളിൽ 82.5% കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ നിയമനിർമ്മാണത്തിൽ കൂടി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ ഒരു ഗവൺമെൻറ്റാണ് ഈ UPയുടെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. മാത്രമല്ല, ലോകം മുഴുവൻ സാമ്പത്തിക തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നില തകരാതെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ മഹത്തായ ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ റോട്ടിൽ പുല്ലിയെത്തുന്ന പദ്ധതിയല്ലത്. ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ ജനങ്ങളെ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് ദാരിദ്ര്യതയ്ക്ക് താഴെയെന്നല്ല, എല്ലാവർക്കും തൊഴിലില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ഒരാൾക്ക് ജോലി, 102 കൂലി തുടങ്ങി നമ്മൾ 210 റുപ്യ കൂലി കൊടുക്കുന്ന ഒരു പദ്ധതി ലോകത്ത് ഒരു ഗവൺമെൻറ്റും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും മഹത്തരമായൊരു പദ്ധതിയാണ്. മനുഷ്യൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി വർദ്ധിക്കണം, എന്നാലാണ് മാർക്കറ്റിലെ ഡിമാൻഡ് ഉണ്ടാകൂ, എന്നാലാണ് മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ വരൂ. കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടണം, തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടണം. ഇതിനെയൊക്കെ സമഗ്രമായി കൈകാര്യം ചെയ്യാനും ജനങ്ങളുടെ കയ്യിൽ പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടാക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 21ാം നൂറ്റാണ്ടിലേക്ക് നീങ്ങുന്ന ഇന്ത്യ. രാധാകൃഷ്ണൻ, 3 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ വികസന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ശ്രീ KP ഉണ്ണികൃഷ്ണൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം അഴിമതിയാണ്. നമുക്കറിയാമല്ലോ, 600 ലക്ഷം കോടി രൂപയുടെ അഴിമതി. ഭൂമിയിലും ഭൂഗർഭത്തിലും വായുവിലും അതുപോലെ തന്നെ പാതാളത്തിലുമൊക്കെ തന്നെ അഴിമതി നടത്തി 600 ലക്ഷം കോടി രൂപയുടെ അഴിമതി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് UPA സർക്കാർ ഇന്ത്യ രാജ്യത്ത് നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം എന്ന് സാധാരണക്കാരുടെ നടുവൊടിക്കുന്ന രീതിയിലുള്ള ഒരു വൻ വിലക്കയറ്റമാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു പന്തലിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭീകരവാദം, അതുപോലെ തീവ്രവാദം, ഇതൊക്കെ വളർന്ന് പന്തലിച്ച് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് എതിരായി നിൽക്കുന്നൊരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ അയൽ രാഷ്ട്രങ്ങളുടെ ഭീഷണി, നേപ്പാൾ ബീഹാർ കടന്നുകൊണ്ട് നേപ്പാളിൻ്റെ അതിർത്തി സംസ്ഥാനമായ ആ ബീഹാറിൻ്റെ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള നേപ്പാളിൻ്റെ കടന്നുകയറ്റം, അതുപോലെ തന്നെ ചൈനയുടെ അരുണാചൽ പ്രദേശിലോട്ടുള്ള ചൈനയുടെ കടന്നുകയറ്റം, 75 കിലോമീറ്റർ ലഡാക്ക് വരെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണി ഒന്നും മിണ്ടുന്നില്ല, മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്കെന്താ രാജ്യസുരക്ഷയിൽ ഒരു താല്പര്യവുമില്ല. അതുപോലെ തന്നെ പട്ടിണിയുടെ കാര്യം പറഞ്ഞു. അമേരിക്കയിൽ പോലും പട്ടിണിയുണ്ട് എന്ന് നമ്മുടെ TU പറഞ്ഞു. പക്ഷേ പട്ടിണിയില്ലാത്ത സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മധ്യപ്രദേശിൽ പട്ടിണിയുണ്ടോ? ഇല്ല. ഛത്തീസ്ഗഡിൽ പട്ടിണിയുണ്ടോ? ഇല്ല. പഞ്ചാബിലുണ്ടോ? നമുക്കറിയാമല്ലോ, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് 4.5% വർധനവ് വന്നപ്പോൾ
4.5%, അടൽ ബിഹാരി വാജ്പേയി ഒഴിയുന്ന സമയത്ത് 8% വർധനമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷേ അതിപ്പോൾ 4.5% എത്തി നിൽക്കുമ്പോൾ ഇവർ പറയുന്നത് അത് ആഗോളീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന്. പക്ഷേ ഇത് മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെ ഛത്തീസ്ഗഡും ഒക്കെ ഏതാണ്ട് 9% വർധനവുള്ള ഒരു കാലഘട്ടമാണത്. നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ വികസനം, മികച്ച ഭരണം, ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ സഖ്യകക്ഷികളും ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് വികസനവും മികച്ച ഭരണവുമാണ്. കാരണം അഴിമതിരഹിത ഭരണം ഇന്ത്യ രാജ്യത്ത് വരണം. വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അടിച്ചമർത്തുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ അയൽ രാഷ്ട്രങ്ങൾക്ക് പേടി സ്വപ്നം എന്ന് പറയുമ്പോൾ പേടിപ്പിക്കാനല്ല, പക്ഷേ അയൽ രാഷ്ട്രങ്ങൾ നമ്മെ തൊടാൻ പേടി അവർക്കുണ്ടാകണം. പക്ഷേ ഇന്ന് അയൽ രാഷ്ട്രങ്ങൾക്ക് യാതൊരു പേടിയും ഇന്ത്യക്ക് മേലില്ല. കാരണം ഒരു കാരണവശാലുമില്ല. അമേരിക്ക പോലും നരേന്ദ്രമോദി അധികാരത്തിൽ ഇന്ത്യ രാജ്യത്ത് വരുമെന്ന് മിക്ക സർവേകളും കണ്ടെത്തിയപ്പോൾ അമേരിക്കക്ക് പേടിയായി. അമേരിക്ക അപ്പോൾ എന്താ ചെയ്യുന്നത്? പുതിയ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു സർവേ നടത്തി. ആ സർവേയിൽ കണ്ടെത്തിയത് എന്താ? 73% പേരും ആ സർവേയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞു. 58% ആളുകളും ഇന്ത്യ രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. അമേരിക്കയുടെ സംഘടന കണ്ടെത്തിയ റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് അമേരിക്ക അവരുടെ സെക്രട്ടറിയെ ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ചെന്ന് കണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിസ തരാം, നിങ്ങൾ അമേരിക്ക സന്ദർശിക്കണമെന്ന് പറയേണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ്. KP ഉണ്ണികൃഷ്ണൻ, 3 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്കുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മാത്രമല്ല, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി പേർ, TCV പ്രേക്ഷകരായിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, കാണാനായി നിരവധി പേർ ഒരുപിടി ചോദ്യങ്ങളുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് 3 കക്ഷികളുടെ പ്രതിനിധികളോട് ചോദ്യം ചോദിക്കാം. പ്രധാനമായും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിരവധി പ്രാദേശികമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടിയിലെയും കൊടുങ്ങല്ലൂരിലെയും കയ്പമംഗലത്തിലെയും മണ്ഡലത്തിലെയും നിരവധി വികസന പ്രശ്നങ്ങൾ, വികസനം പൂർത്തിയാക്കാൻ ബാക്കി വെച്ചത്, ഇനി പ്രതീക്ഷിക്കുന്നത്, ആ വികസന പ്രശ്നങ്ങളെല്ലാം പങ്കുവെക്കാം. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് ഉണ്ട്. ഇത് കേടായി കിടന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ്. ഇത് നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത്, UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ടും അത് നടത്തുന്നതിനോ ഓടിക്കുന്നതിനുള്ള ഒരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ UDFൻ്റെ ഭാഗത്തുനിന്നോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഒന്ന്, അവിടെ അഴീക്കോട് മുനമ്പം പാലം പണി തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ KP ധനപാലൻ MP ആദ്യമായിട്ട് അവിടെ ഫിഷറീസിൽ വന്നപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഇതിനെപ്പറ്റി പൈസ അനുവദിച്ചതിന് പറയാം എന്ന് പറഞ്ഞു പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്നത്തെ LDFൻ്റെ മന്ത്രി തോമസ് ഐസക്കും KP രാജേന്ദ്രനെല്ലാം വന്ന് പുത്തമ്പള്ളിയുടെ ഭാഗത്ത് വെച്ചത് തറക്കല്ലിടുകയാണ്. അന്ന് ഈ KP ധനപാലൻ പറഞ്ഞത്, അഴീക്കോട്ടുകാരുടെ ഒരു ചിരകാല അഭിലാഷം പൂർത്തീകരിച്ച് തന്ന KP രാജേന്ദ്രനും LDF ഗവൺമെന്റിനെയും ഞാൻ അനുമോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനുശേഷം ഇന്നുവരെയും ഈ പറയുന്ന ഈ പാലത്തിന് വേണ്ടിയോ അഴീക്കോടിന് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല. ചോദ്യം വ്യക്തമാണ്. ഈ പാലം പണിയാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരാണ്. അവിടെ അതിനുവേണ്ടി സർവേ നടത്തിയതും സംസ്ഥാന സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴാണ് KP രാജേന്ദ്രൻ വന്ന് തറക്കല്ലിട്ടത്. സത്യത്തിൽ അന്ന് തറക്കല്ലിടുമ്പോൾ അങ്ങനെ ഒരു പദ്ധതി സ്വപ്ന പദ്ധതി മാത്രമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഒരു പേപ്പർ വർക്ക് നടത്താതെ ഒരു രാഷ്ട്രീയ തട്ടിപ്പായിരുന്നു അന്ന് ഇട്ട തറക്കല്ലിടൽ. ഇപ്പോൾ UDFൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ സർവേ നടത്തി, അതിൻ്റെ മാപ്പിംഗ് നടത്തി, അതിൻ്റെ മാപ്പ് തയ്യാറാക്കി, എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും അതിനാവശ്യമായ തുക നീക്കി വച്ചിട്ടുണ്ട്. ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ഞങ്ങളുടെ സ്ഥാനാർത്ഥി PC ചാക്കോ ഇവിടെ ജയിച്ചു വരും. അദ്ദേഹം ഇതിൻ്റെ MP ആകും. അദ്ദേഹം ജയിച്ചു വന്നാൽ ഒരു പക്ഷേ കൊടുങ്ങല്ലൂരിൽ ഈ കയ്പമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന പദ്ധതി ഈ പാലത്തിനായിരിക്കും എന്ന് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ പറയാം. ശരി, ഈ വിഷയത്തിൽ 2 കക്ഷികളുടെ പ്രതിനിധികൾ കൂടിയുണ്ട്. പ്രധാനമാണ് ഈ ജങ്കാർ സർവീസ് ഏറെക്കാലം തകരാറിലായിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ വാർത്തയായി വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്ന് ഇടത് സർക്കാരും ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ UDF ഭരിക്കുന്നു. ഒപ്പം തന്നെ UDFൻ്റെ MP കുറിച്ച് പറഞ്ഞു. ഇരു കക്ഷികൾക്കും അത് മറുപടി പറയാനുള്ള ബാധ്യതകളുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അഴീക്കോട് ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ആളുകളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജങ്കാർ സർവീസ് ആരംഭിച്ചത്. അതിനുമുമ്പ് നമുക്കറിയാം, മറ്റുള്ള ആളുകൾ പോയിരുന്നത് അവിടെ മൺതിട്ട വരുന്നു,
ഈ മൺതിട്ട വരുന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഫിഷിംഗ് ബോട്ടുകൾ അതുമ്പോൾ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു എന്നുള്ള പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മണ്ണ് മാറ്റിയതിന് ശേഷം ജങ്കാർ സർവീസ് ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുനമ്പത്തേക്ക്, അഴീക്കോട് നിന്ന് മുനമ്പത്തേക്ക് ആവശ്യമായ പാലം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തതാണ്. അതിനെ തുടർന്ന് 2003 അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ എന്താണ് അതിനു വേണ്ടി ചെയ്തത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തൊക്കെ ചെയ്തു? ഒരു നിമിഷം ഓരോ അവിടെ ഭരിക്കേണ്ടത് ബഡ്ജറ്റിൽ തുക വരുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷമാണ് ചെയ്യേണ്ടത്. BJPയുടെ പ്രതിനിധി ശ്രീ ഉണ്ണികൃഷ്ണൻ എന്താണ് പറയുക? ഈ വിഷയത്തിൽ അഴീക്കോട് പാലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിലെ സാധാരണക്കാരൻ്റെ സ്വപ്നമാണത്. രണ്ട് മുന്നണികളും അത് തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ. കാരണം നമ്മുടെ ഹൈവേ തന്നെ എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന സമയത്താണ് ഇവിടെ ഹൈവേ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും അളവും തിട്ടപ്പെടുത്തലും ഒക്കെ എത്രയോ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായി. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. ഇത് ഒന്നും നടക്കാൻ പോകുന്ന സംഭവമല്ല. ഇത് നടക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വികസനം രാജ്യത്ത് കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നേ പറ്റൂ. കാരണം പല സംസ്ഥാനങ്ങളും പെട്ടെന്നുള്ള വികസനങ്ങൾ ഞാൻ പറയട്ടെ. ഈ കർണാടകയിൽ 2008 ഞാൻ പോകുന്ന സമയത്ത് അവിടെ 25 കിലോമീറ്റർ ദൂരത്തിൽ 20 കിലോമീറ്റർ ദൂരത്തിൽ ഫ്ലൈ ഓവർ പണിയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 വർഷം തികയുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്ന സമയത്ത് ആ ഫ്ലൈ ഓവറിന് ഉദ്ഘാടനം കഴിഞ്ഞ് ആ ഫ്ലൈ ഓവറിന് മുകളിലൂടെ ഞാൻ പോയത്. ഈ കേരളത്തിൽ അത്തരത്തിൽ വികസനം നടക്കും. ഈ പറയുന്ന പാലത്തിനു വേണ്ടി BJPയുടെ ഭാഗത്തു നിന്നുള്ള സമരങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിട്ടുള്ളത്? ഈ പാലത്തിന്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 3 സമരങ്ങൾ BJP നടത്തിയിട്ടുണ്ട്. ധർണകൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ റെയിൽവേ എത്രയോ കൊല്ലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന തീരദേശ റെയിൽവേ ഇതുവരെയും രാജഗോപാൽ മന്ത്രിയായ സമയത്ത് അതിനുവേണ്ടി ചില കടലാസ് പണികളൊക്കെ നീക്കി വെച്ചതാണ്. പക്ഷെ ഇന്നും അത് ചുവപ്പ് നാളയിൽ കൂടി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കക്ഷികളുടെ പ്രതിനിധികൾക്ക് ഈ മേഖലയിലെ വികസന വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഒരു പിടി ചോദ്യങ്ങളുമുണ്ട്. മിസ്റ്റർ ടി രാധാകൃഷ്ണനോട് അഴിമതി ഇപ്പോൾ സാറെടുത്ത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ചാലക്കുടി നിയോജക മണ്ഡലം തന്നെ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയും. ഏറ്റവും വലിയ അഴിമതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 5 വർഷം ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന KP ധനപാലൻ എന്ന മനുഷ്യനെ ഇവിടുന്ന് തൃശ്ശൂരിലോട്ട് മാറ്റി. ഇത് അഴിമതി ആയിരുന്നോ അല്ലയോ? അല്ല, അതൊന്നും അറിയണമല്ലോ. അല്ല, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ശ്രീ TU രാധാകൃഷ്ണൻ, സ്വാഭാവികമായും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളുടെ അഭിരുചിയും ആവശ്യങ്ങളും, അതോടൊപ്പം പാർട്ടിയുടെ അജണ്ട, പാർട്ടിയുടെ ആവശ്യങ്ങൾ, പാർട്ടി പ്രവർത്തകരുടെ, നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായ സ്വരൂപണത്തിൽ കൂടിയാണ് ICC സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്. അഴിമതിയുടെ പേരിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയെന്ന് ഇവിടെ ഞാൻ പല ചർച്ചയിലും പങ്കെടുത്തു. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നിട്ടില്ല. പാർട്ടിയുടെ ഇതിന്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ വിഷയം ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലില്ല. സ്ഥാനാർത്ഥിയല്ല ഇവിടെ ഇപ്പോൾ ചർച്ച സ്ഥാനാർത്ഥി ആരായാലും നമുക്ക് ആ സ്ഥാനാർത്ഥി പ്രതികരിക്കുന്ന രാഷ്ട്രീയ ചട്ടക്കൂടും അതിന്റെ നിലപാടുകളുമാണ് ഇവിടെ പ്രശ്നം. അതിനേക്കാൾ ഉപരി നമുക്ക് ഈ പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. ചിലപ്പോൾ പ്രാദേശികമായ വിഷയങ്ങൾ, MLA നടപ്പാക്കാത്ത വിഷയങ്ങൾ പോലും ചിലപ്പോൾ ചർച്ചയായി വന്നേക്കാം. ഞാൻ ബാലേന്ദ്രൻ മാഷോടാണ്. അതൊരു ആവശ്യമാണ്. കാരണം ഈ കൊടുങ്ങല്ലൂരിലെ എല്ലാ മാലിന്യങ്ങളും വന്നു ചേരുന്നൊരു തോടാണ് കാവിൽക്കട തോട്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. നഗരസഭയ്ക്ക് അത് ശുചീകരിക്കാനുള്ള ഫണ്ടില്ല. മന്ത്രി KP രാജേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ അതിനോട് ശ്രമം നടത്തുകയും കുറച്ച് പരിപൂർണമാക്കാൻ കഴിഞ്ഞില്ല. കാരണം 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ തോട് ശുചീകരിക്കാനുള്ള, ശാസ്ത്രീയമായ രീതിയിൽ ശുചീകരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കണം. മാഷ് എന്താണ് പറയാനുള്ളത്? പ്രാദേശികമായ ഒരു വിഷയമാണ്. ആ കാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ MLA, അതായത് കൊടുങ്ങല്ലൂരിനെ പ്രതികരിക്കുന്ന MLA ശ്രീമാൻ TN പ്രതാപൻ, അദ്ദേഹം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല? അത് പരിശോധിക്കണമല്ലോ. അനവധി വർഷമായി കിടക്കുന്ന പ്രശ്നമായാലും ഏത് പ്രശ്നമായാലും നമുക്കിപ്പോൾ നേരത്തെ ശ്രീമാൻ TU രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ,
ടി രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. കാരണം രോഗത്തൊക്കെ ദാരിദ്ര്യമാണ്. അനവധി വർഷമായിട്ട് കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അനവധി വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ദാരിദ്ര്യം നിലനിൽക്കുമെന്ന്. ആ ദാരിദ്ര്യം നിലനിൽക്കുമ്പോൾ പിന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ദാരിദ്ര്യം ഒഴിവാക്കാൻ എന്താ ചെയ്തേ? അതായത് ഏത് ഗവൺമെൻറ്റും അതിൽ തുടർച്ചയായിട്ട് വരണം. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ തുടർന്ന് അധികാരത്തിൽ വരുന്ന UDF ഗവൺമെൻറ് അത് നടത്തണം. കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ വ്യത്യാസം മാത്രമേ ഫണ്ട് ആര് ചിലവഴിക്കുന്നു എന്നത് മാത്രമുണ്ട്. MLAക്കും ഇത് ചെയ്യാവുന്നതല്ലേ എന്നാണ് അദ്ദേഹം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ കൊടുങ്ങല്ലൂർ ഇന്നേ വരെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കയ്യിലായിരുന്നു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ MLAയും ഒക്കെ. ഇപ്പോൾ വന്ന ശ്രീ പ്രതാപൻ ഈ കൊടുങ്ങല്ലൂരിൻ്റെ വികസന കാര്യത്തിൽ ഇതുപോലെ ഇടപെടുന്ന ഒരു MLA കേരളത്തിലുണ്ടാകത്തില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇവിടുത്തെ പ്രാദേശികവാസികൾ അത് കൊണ്ടുവന്നാൽ തീർച്ചയായും അതിന് പരിഹാരം കാണുന്ന പദ്ധതി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കും. ഒരു തർക്കവും വേണ്ട. പക്ഷേ ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉത്തരം പറയണം. ഇവിടെ VK രാജൻ ഉൾപ്പെടെ എത്രയോ പേർ ഇടതുപക്ഷത്തിന് പ്രതികരിച്ച് MLA ആയി. ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞാൻ കേട്ട ചരിത്രത്തിൽ ഇന്നിവരും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കാനേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. എന്ത് ചെയ്തു ഇവർ? ഇപ്പോഴത്തെ വന്ന 2.5 വർഷം കഴിഞ്ഞ ഒരു MLAയോട് ചോദ്യം ചോദിക്കുക. അടുത്ത ഈ വിഷയം പണി കഴിഞ്ഞിട്ട് വേണ്ടേ ഞങ്ങൾ ചോദിക്കാൻ? ഏത് കക്ഷിയായാലും ഈ വിഷയത്തിൽ ഏത് കക്ഷിയായാലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടപ്പാക്കും. ശരി, ഏത് വിഷയത്തിലായാലും ആ വിഷയത്തിന് പ്രവൃത്തി ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ടി രാധാകൃഷ്ണനോട് ചോദ്യം. നവോത്ഥാന കാലഘട്ടം മുതൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. PC ചാക്കോ MP ആയിരിക്കുന്ന തൃശ്ശൂരിൽ പാലിയേക്കര ടോൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ പാലിയേക്കര ടോളിൽ നമ്മുടെ PC ചാക്കോ എന്ത് നിലപാടാണ് എടുത്തത്? ഇത് വ്യക്തിപരമായ ഒരാളുടെ നിലപാടല്ല ഈ കാര്യത്തിൽ. നമുക്കറിയാം റോഡുകളുടെ വികസനം ഈ രാജ്യത്ത് അനിവാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ് നമ്മുടെ മണ്ണുത്തി ഇടപ്പള്ളി 4 വരി പാതയുടെ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. ഒരുപാട് നാളത് മുടക്കിക്കളഞ്ഞു. ഞാൻ ആ ഗവൺമെൻറ്റിനെ കുറ്റം പറയാനല്ല, ആ ഗവൺമെൻറ് കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കാനല്ല, ആ കാലഘട്ടത്തിലാണ് തുടങ്ങി വെച്ചത്. ഗവൺമെൻറ് കയ്യിൽ റോഡുകൾ ഉണ്ടാക്കാൻ പണമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും BOT അടിസ്ഥാനത്തിൽ റോഡുകൾ പണിയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. BOT അവസ്ഥയിൽ റോഡുകൾ പണിയാതെ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായ റോഡുകൾ ഉണ്ടാകില്ല. ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ നേരത്തെ, അവിടെയൊക്കെ BOT അടിസ്ഥാനത്തിൽ റോഡുകളും പാലങ്ങളുമാണ് ഏറ്റവും പെട്ടെന്ന് പണി തീർത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ വരുമ്പോൾ നമുക്കിവിടെ ആദ്യം 60 മീറ്റർ പറഞ്ഞു, അത് വേണ്ടാന്ന് വെച്ചു നമ്മൾ. ഇപ്പോൾ 45 മീറ്റർ പറഞ്ഞു, തർക്കമുണ്ടായി. ഇപ്പോൾ അവസാനം തീരുമാനമായി. BOT അടിസ്ഥാനത്തില്ലാതെ ഇത് നടപ്പാക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തത് വരുമ്പോൾ സ്വാഭാവികമായും ഒരു MPയോ MLA മാത്രമല്ല, കേരളത്തിൽ ഇതിനൊക്കെ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലും കേരളത്തിൽ BOT നടപ്പാക്കണം എന്ന് അംഗീകരിച്ചില്ലേ? ഒരു MPയുടെ നിലപാടല്ല, സർക്കാരിന്റെ നയപരമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ മുഴുവൻ പേർക്കും പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ശ്രീ KP ഉണ്ണികൃഷ്ണൻ, BJP ഈ ടോൾ വിഷയത്തിലേറെ സമരം നടത്തിയതാണ്. ഈ ടോൾ പിൻവലിക്കാനാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന നിലയിൽ BJP പറഞ്ഞിരുന്നു. സമരത്തിന് ഫലപ്രാപ്തി ഉണ്ടായില്ല. എന്തുപറ്റി? പാലിയേക്കര ടോൾ വിഷയത്തിൽ BJPയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ സമരം തുടക്കത്തിലെ തന്നെ നടന്ന് അതിൻ്റെ അവസാനം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പേരിൽ മാത്രമാണ് ഒന്ന് അല്പം പുറകോട്ട് നിന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് വരും. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും CPM, കോൺഗ്രസ് ഒക്കെ ആ സമരത്തിന് ആദ്യഘട്ടങ്ങളിലൊക്കെ മുഖം തിരിഞ്ഞു നിന്നുവെങ്കിൽ പോലും ചില ആളുകൾ അവസാനം അത് രംഗത്ത് വരാതിരിക്കാതെ ഉള്ളൊരു അവസ്ഥ വന്നു. പിന്നീടാണ് CPM ഒറ്റക്ക് DYFIയും CPM ഒക്കെ ഓരോ സമരങ്ങൾ നടത്തി പിൻവാങ്ങിയത്. യൂത്ത് കോൺഗ്രസ്സുകാരും എന്തൊക്കെ ചെറിയ സമരം നടത്തി പിന്മാറി. ഇതിലൊരു പ്രസക്തമായ ചോദ്യം ചോദിക്കാനുണ്ട്. പലരും സമരരംഗത്തേക്ക് വളരെ കാര്യക്ഷമമായി രംഗത്തിറങ്ങി വരികയും ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായി വളരെ പുറകോട്ട് പോവുകയും ചെയ്യും. പല രാഷ്ട്രീയ കക്ഷികളും മറുപക്ഷത്തേക്ക് അതിൽ വലിയ അഴിമതിയുണ്ടെന്നും പണം ഒഴുകിയെന്നും പറയുന്നുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ? BJPയുടെ ഭാഗത്ത് യാതൊരു വാസ്തവവും അക്കാര്യത്തിലില്ല. കാരണം BJP ഇന്നും അതിന്റെ സമരരംഗത്താണ്. അവിടെ പാലിയേക്കര ടോൾ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ടോൾ പിൻവലിക്കണം എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. ഈ വിഷയത്തിൽ നേരത്തെ തൃശ്ശൂരിലെയും ചാലക്കുടിയിലെയും MP കോൺഗ്രസിൻ്റെതായിരുന്നു, UDFിൻ്റെതായിരുന്നു. ഈ ടോൾ നിർത്തലാക്കാൻ സാധിക്കുമോ ശ്രീ ടി രാധാകൃഷ്ണൻ? BOT അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു പദ്ധതി ഒരു എഗ്രിമെന്റ് വെച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി എഗ്രിമെന്റ് വെച്ച് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവ് മുഴുവൻ ഏറ്റെടുക്കണം. അത് നിർമ്മിച്ച ആളുകൾ കൊടുക്കേണ്ടി വരും. ഈ ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാരിന് സാമ്പത്തിക സാഹചര്യം ഉണ്ടാകണം. ഒരു എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് കോടതി ഇടപെടും, മറ്റ് ഘടനകൾ ഇടപെടും. അതുകൊണ്ട്
ഉണ്ടാക്കിയൊരു എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് പ്രായോഗികമായി ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ട്. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ശവപ്പെട്ടി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ശവപ്പെട്ടിയിൽ വരെ അഴിമതി നടത്തിയ BJP കൊന്നും കൊലവിളിച്ചും തന്നെ ഇവിടെ കക്ഷി രാഷ്ട്രീയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇതിന്ന് കൈകഴുകി മാറാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആണ് അല്ല, കൊല തന്നെയാണ്. ഇടതുമുന്നണിയുടെ പ്രതിനിധിയാണ്. ഈ ടോൾ വിഷയം ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് ടോൾ ഉള്ള BOT വ്യവസ്ഥയിൽ ഈ റോഡ് നിർമ്മിക്കാനായുള്ള അനുമതി നൽകിയത് എന്ന് പറയുന്നു. ഇവിടെയുള്ള ഏറ്റവും പ്രധാന വിഷയം, ഒരുപക്ഷെ തലോരിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് പോകേണ്ട ഒരു വ്യക്തിക്കും തലോരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു വ്യക്തിക്കും ഒരേ തുക നൽകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു പക്ഷേ അങ്ങോട്ട് കടക്കുകയാണെങ്കിൽ അടുത്തുള്ള പ്രദേശത്തേക്കാണെങ്കിൽ 10 രൂപയും ദൂരേക്കാണെങ്കിൽ ഈ മുഴുവൻ തുകയും നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ വിട്ട് ഒരു വിപരീതമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ആ അവസ്ഥയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇടതുമുന്നണി ഈ വിഷയത്തിൽ സമരരംഗത്തും ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജനങ്ങൾ ടോളിനെ കുറിച്ച് പ്രസക്തമായ ചോദ്യം മുന്നേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ വളരെ സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതായത് BOT വ്യവസ്ഥയിൽ പണിതിട്ടുള്ള പാലങ്ങളായാലും റോഡുകളായാലും ആ റോഡിൽ അതിൻ്റെ കരാറുകാർ സ്വാഭാവികമായും അവർക്ക് അതിൻ്റെ പണം തിരിച്ച് കിട്ടേണ്ട ആവശ്യമുണ്ടാവും. മാത്രമല്ല മാന്യമായ ഒരു ഇൻട്രസ്റ്റ് പലിശ അവർക്ക് കിട്ടാൻ വേണം. പക്ഷേ ഇവിടെ പാലിയേക്കര ടോളിലുണ്ടായിരിക്കുന്ന പ്രശ്നം വളരെ എക്സോർബിറ്റൻ്റായ വലിയ തുക ഈടാക്കിക്കൊണ്ടാണ് വാഹനങ്ങൾ ഓടാൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ ഭയങ്കരമായ രീതിയിൽ ചൂഷണം ചെയ്യുക, വളരെ ഭീമമായ തുക ഈടാക്കുക, അല്ല ലളിതമായ ചാർജല്ല അവിടെ ഈടാക്കുന്നത്. അതിനെതിരായിട്ടാണ് സമരം. കാരണം അത് സാധാരണഗതിയിൽ എത്ര ഒരു നിരക്ക് തീരുമാനിച്ച് ഈ കരാറെടുത്ത ആളൊക്കെ അവൻ്റെ പൈസ തിരിച്ചു കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കാത്ത രീതിയിൽ അവിടെ യാത്രാ സൗകര്യം ഉണ്ടാക്കണം എന്നാണ് ഇടതുപക്ഷം ആ കാര്യം. ഈ വിഷയം, ഈ ടോൾ വിഷയം വളരെ പ്രസക്തമായ ഒന്നാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഗൗരവം 3 കക്ഷികളുടെ പ്രതിനിധികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ടോൾ കുറയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ടോൾ നിർത്തലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ 3 കക്ഷികൾക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഏത് കക്ഷിയുടെ പ്രതിനിധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ വിഷയം വളരെ ഗൗരവമായി കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സമീപത്തേക്ക് പോകുന്നവർക്കുള്ള തുക കുറയ്ക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ പൊതുവെ ടോൾ തുക അല്ലെങ്കിൽ 2 ഘട്ടമായി ടോൾ പിരിക്കാനുള്ള സംവിധാനം, അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അത് ഗൗരവമായി 3 കക്ഷികളുടെ പ്രതിനിധികൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടെ എൻ്റെ ക്വസ്റ്റ്യൻ, എനിക്കറിയേണ്ടത് അദ്ദേഹം ഇവിടെ കുറച്ചു നേരത്തെ പറയുകയുണ്ടായി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന്. പക്ഷേ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറയുകയുണ്ടായി, ശ്രീ പ്രകാശ് കാരാട്ട് പറയുകയുണ്ടായി, BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ കോൺഗ്രസിനോട് കൈകോർക്കുന്നതിൽ തെറ്റില്ലെന്ന്. അത് അവർ 2004 ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വോട്ട് തരുന്നത് എന്തർത്ഥത്തിലാണ്? കോൺഗ്രസിനും CPM-നും ഒരു സന്നാഹ മത്സരം കളിച്ചാൽ പോരെ? BJP അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ പുറകിലല്ല. അതായത് അവരുടെ ഏറ്റവും വലിയ അഴിമതി നടത്തിയാണ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ. അദ്ദേഹം അഴിമതി നടത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ബന്ധുക്കളുടെയും എല്ലാ പേരിൽ ഗവൺമെൻറ് ഭൂമി യഥേഷ്ടം എഴുതി നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയാണ്. മാത്രമല്ല അവിടെ മന്ത്രിയായിരുന്ന ബെല്ലാരി സഹോദരന്മാർ, ജനാർദ്ദനയുടെ അടക്കമുള്ള ആളുകൾ അഴിമതി നടത്തിയതാണ്. എന്നിട്ട് അവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി. അതിലെ ശ്രീരാമുലു എന്ന് പറയുന്ന ആളാണ് ഇപ്പം BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1998 മുതൽ 2004 വരെ ഭരിച്ച ശ്രീമാൻ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ അന്ന് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ശവപ്പെട്ടി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ശവപ്പെട്ടിയിൽ വരെ അഴിമതി നടത്തിയ BJP അധികാരത്തിൽ നിന്ന് പോകണം. ഇവർ ചോദിച്ച ചോദ്യം, ഈ അഴിമതി എന്നുള്ള ചോദ്യത്തിനോട് ബന്ധപ്പെടുത്തി അവർ പറഞ്ഞത് കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു മത്സരം, അപ്പം അപ്പുറത്ത് BJP-യും ഉണ്ട്. ഈ മത്സരത്തിനപ്പുറം ദില്ലിയിലെത്തിയാൽ ദേശീയ തലത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ചിലപ്പോൾ കൈകോർക്കേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു ആ വ്യക്തിയുടെ. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, BJP അധികാരത്തിൽ കയറ്റാതിരിക്കുക, അതാണ് ഞങ്ങളുടെ നയം. അതായത് BJP അധികാരത്തിൽ കയറ്റാതിരിക്കുക, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. പക്ഷെ ഇവിടെ BJP 6 സംസ്ഥാനം 6
സുഹൃത്തെ, പറയട്ടെ 6 സംസ്ഥാനം മാത്രം ഭരിക്കുന്ന BJPക്ക് ഇന്ത്യയിൽ എവിടെ ഭരണം കിട്ടാൻ? പറയാൻ അവസരം നൽകുക. ഭരണം കിട്ടുക? ഇതൊരു ബഹളവേദിയല്ല. കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം പറയട്ടെ. ഇതൊരു ബഹളവേദിയല്ല. ഓരോ കക്ഷികളുടെ പ്രതിനിധികൾക്കും ചോദിക്കാനുള്ള, മറുപടി പറയാനുള്ള അവസരം നൽകുക. BJPക്ക് ഇന്ത്യയിൽ അധികാരം കിട്ടാൻ പോകുന്നില്ല. ചർച്ച ചെയ്യാണ്. BJPയുടെ അഴിമതിയെ കുറിച്ച് CPM പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ അഴിമതി കുത്തി നിൽക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ 374.75 കോടി റുപ്യയുടെ അഴിമതി ഈ കേരളത്തിൽ നടത്തിയെന്ന് CIG കണ്ടെത്തി. അത് കോടതിയുടെ മുമ്പിലിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി അവരാ പറയുന്നത് അഴിമതിക്കെതിരെ സമരം നടത്തുന്നത്. അഴിമതിക്കെതിരെ പറയുന്ന പാർട്ടി. ഈ അഴിമതി എന്ന വിഷയം അത് ആർക്കും എപ്പോഴും എവിടെയും പറയാവുന്നതാണ്. നമുക്ക് ഈ വിഷയത്തിലെ മണ്ഡലത്തിലെ പ്രാദേശിക വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിൽ കൂടുതൽ സന്തോഷകരം. നാളേക്ക് ഈ സ്ഥാനാർത്ഥികളുടെ കക്ഷികളുടെ പ്രതിനിധികളാണ് ഇവിടെ വരിക. അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ പറയും. ബാലചന്ദ്രൻ സാറിനോട് തന്നെയാണ് ചോദ്യം. ഇപ്പോഴും ഇതിന് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. കാരണം 1ാം UPA ഗവൺമെന്റിനെ നിങ്ങൾ ശക്തമായി പിന്തുണച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ വരുന്നതിലും ഇനിയെങ്കിലും നിങ്ങൾ പിന്തുണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് പറയണം. അതേപോലെ തന്നെ ഇനിയെങ്കിലും അന്ധമായ BJP വിരോധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചോദിക്കേണ്ടതുണ്ട്. ഈ വിഷയം പ്രാദേശിക വിഷയമല്ല, പക്ഷേ BJPയുടെ തന്നെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ CPM BJP ഇത്രയേറെ വിരുദ്ധ പാതയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടോ, കൈകോർത്തുകൂടെ എന്നുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ വിശേഷത്തിൽ ആരോടും കൈകോർക്കാം, രാഷ്ട്രീയത്തിൽ എതിരാളികളില്ല. അങ്ങനെ ഒരു ചർച്ച അങ്ങയുടെ ചെവികളിലും എത്തിപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേറെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ്. ഞങ്ങൾ BJPയോടുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ BJP ഒരു വർഗീയ കക്ഷിയാണ്. ഇന്ത്യ രാജ്യത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയോട് യോജിച്ചു പോകാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് BJP ആയിട്ടുള്ള പ്രശ്നം. അതേസമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഏറ്റവും വലിയ വിപത്തായി വന്നത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ആയിപ്പോൾ അന്നത്തെ ജനസംഘമായിട്ട് യോജിച്ച് സമരം നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ടായി. കാരണം അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രശ്നം അതല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വർഗീയ കക്ഷിയുമായി യോജിച്ചു പോകാൻ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ തന്നെയാണ് തീർച്ചയായും വേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് രാധാകൃഷ്ണൻ സാറിനോടാണ്. ഇപ്പോൾ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടിഞ്ഞാറ് ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചു എന്ന് പറഞ്ഞ് 2014 സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ 40 കോടി രൂപ ഇതിൽ ഉൾപ്പെടുത്തി പ്രൊപ്പോസൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇനി എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്നറിയണം. ഇപ്പോൾ ഞങ്ങൾ കുറേ നാളത്തെ ആശങ്കകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സിഗ്നൽ സിസ്റ്റം അനുവദിച്ചേക്കുന്നത്. അതിപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ചെന്ന് നോക്കുന്നവർക്കറിയാം. ഈ ഭരണി ഈ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് അനേകം തീർത്ഥാടകരും എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മുഴുവൻ വണ്ടികൾ ഇപ്പോൾ പാർക്ക് ചെയ്തേക്കുന്ന ഹൈവേയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സിഗ്നൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല, സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല, കൊടുങ്ങല്ലൂരിന്റെ വികസനത്തിന് എലിവേറ്റഡ് ഹൈവേ അത്യാവശ്യം എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയുക? എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഇവിടെ സമരം നടത്തിയ സമരത്തിലെ മുന്നണി പോരാളികളെ ശ്രീ വേണുവണ്ണർ ഉൾപ്പെടെ സമരത്തിലെ സമിതിയുടെ ശ്രീ മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇരിപ്പുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ ജനങ്ങളോടൊപ്പമാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി എലിവേറ്റഡ് ഹൈവേ ആണോ ആവശ്യം, ആ ഹൈവേ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. പക്ഷേ ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കി നാഷണൽ ഹൈവേ ഉണ്ടാക്കിയപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് വൈകിയാണ് ഉദിച്ചത്. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പട്ടണത്തിലേക്ക് വരാനുള്ള റോഡുകൾ അടഞ്ഞു പോകില്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? റോഡിൻ്റെ പണി കഴിയുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നമ്മുടെ ലൈറ്റ് സിസ്റ്റം സ്ഥാപിക്കുക. ഇപ്പോൾ ചാലക്കുടിയിലുണ്ട്, പല കേരളത്തിലെ നാഷണൽ ഹൈവേ റോഡുകളിലൊക്കെ ഇത്തരം ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. വൈറ്റില നമുക്കറിയാം, എടപ്പള്ളി നമുക്കറിയാം, അതുപോലെ പാലാരിവട്ടം ജംഗ്ഷനിലൊക്കെ അറിയാം. അവിടെയൊക്കെ ഈ എലിവേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈ ഓവറുകൾ പണിയത്. അതുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മാണിക്കണം തന്നെയാണ്. ആ കാര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അവിടെ ഉണ്ടാക്കപ്പെടണോ അത്? ശ്രീ TU രാധാകൃഷ്ണനോടാണ്. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടെന്നറിയാൻ താല്പര്യമുണ്ട്. ഈ അക്രമ രാഷ്ട്രീയം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വളരെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ കൊല ചെയ്തുകൊണ്ട് അവർ ഉന്മൂലനാശം വരുത്തുന്ന ഒരു സമീപനം കേരളത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ടേറെ നാളുകളായി. അതിനെതിരായി കേരളത്തിൽ ജനവികാരം ഉണ്ടായിരുന്നു. നമുക്കറിയാം സഖാവ് ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നു. ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരുപക്ഷെ താലിബാൻ മോഡൽ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സ്വയം വിചാരണ നടത്തി ആ പയ്യനെ വെട്ടിക്കൊന്നു.
അതുപോലെ ഷമീറിനെ കൊന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി പെരിഞ്ഞനത്ത് നവാസ്. ഇവിടെ കൊല ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വീട്ടുകാരുടെ ദുഃഖം, അമ്മമാരുടെ ദുഃഖം, സഹോദരിമാരുടെ ദുഃഖം അത് തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാത്തതാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്, ശ്രീ ബാലേന്ദ്രൻ, രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഏറ്റവും കാര്യമായി ഉന്നയിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ബാലേന്ദ്രൻ മറുപടി പറയുന്നു. ശ്രീ ടി യു രാധാകൃഷ്ണന്റെ മറുപടിയോട് തീർച്ചയായും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കാര്യത്തില് ചർച്ചയാകാറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ രാഷ്ട്രീയ അക്രമ കൊലപാതകങ്ങൾ രീതിയിലല്ല നിങ്ങൾ ഈ പറയുന്ന കൊലപാതകങ്ങളൊക്കെ നടന്നത്. ആണ് അല്ല, കൊല തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടത്തുന്ന കൊലപാതകവും അല്ലാത്ത കൊലപാതകങ്ങളെയും രണ്ടായി തന്നെ കേരളം കാണണം. ഒരു തർക്കമില്ല. ശരി ശരി. തൃശ്ശൂരിലേത് ഈ വിഷയത്തിൽ ശരി, ശ്രീ ടി യു രാധാകൃഷ്ണൻ, താങ്കൾ പറയുന്നത് ഇത് രാഷ്ട്രീയ വിഷയത്തിലുള്ള കൊലപാതകമല്ല, മറ്റു വിഷയമായിരുന്നു എന്നാണ്. അതാണ് ടി യു രാധാകൃഷ്ണൻ നിലപാട്. എന്തായാലും ടി യു രാധാകൃഷ്ണനും മറ്റൊരു വ്യക്തിയും ചോദിച്ച ചോദ്യത്തിന് ശ്രീ ബാലചന്ദ്രൻ മറുപടി പറയാം. ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. ഞാൻ പറയട്ടെ, മറുപടി അവർ പറയും. മറുപടി കക്ഷികളുടെ പ്രതിനിധികൾ പറയട്ടെ. ഓരോരുത്തർക്കും അവർക്ക് പറയാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുക. സുഹൃത്ത് അതിന് ശേഷം ചോദിച്ചോ, ഞാൻ പറയട്ടെ. അവർ പറയാനുള്ള അവസരം നൽകുക. 2008 ജൂൺ മാസത്തില് ഞങ്ങളുടെ സഖാവ് KU ബിജുവിനെ കൊന്നതാരാ? അക്രമ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഇങ്ങനെ ബഹളം വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ദയവ് ചെയ്ത് സുഹൃത്തെ ഈ വിഷയം നമുക്ക് ഒരു നിമിഷം അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, ഇങ്ങനെ രാഷ്ട്രീയം ഒരു നിമിഷം. ശ്രീ KP ഉണ്ണികൃഷ്ണൻ, ഓരോ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട്, അവരെ അനുകൂലിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും കൂടി ബഹളം വയ്ക്കുകയാണെങ്കിൽ പറയാനുള്ളത് അങ്ങനെ ദയവ് ചെയ്ത് ആ ഒരു വേദിയെ കാണരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കക്ഷികളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാനുള്ളതാണെങ്കിൽ അവരവരുടെ കക്ഷികളുടെ പ്രതിനിധികൾ തന്നെയുണ്ട്, പുറത്താരുമില്ല. അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുക. നമുക്ക് ഒരുപാട് ബഹളം വയ്ക്കുകയാണ്. ദയവ് ചെയ്ത് തീർച്ചയായും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കക്ഷികളുടെ പ്രതിനിധികൾ മാത്രം സംസാരിക്കുക. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ആ കക്ഷികളുടെ പ്രതിനിധികൾ തന്നെ ഇവിടെയുണ്ട്. ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ്, ആ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ മുഖ്യ അജണ്ട. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾ ഇതിനെതിരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് 1948 അന്ന് കോൺഗ്രസിൽ നിന്ന് വന്ന് ഇടതുപക്ഷമായി സഹകരിച്ചു പോയ കോൺഗ്രസിന്റെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മൊയ്യാരത്ത് ശങ്കരനെ നടു റോട്ടിൽ വെച്ച് ആക്രമിച്ചു കൊന്നതാരാ? കോൺഗ്രസ് അല്ലേ? അത് BJP ഇല്ല. സത്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട. മൊയ്യാരത്ത് പറയട്ടെ വേണു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അതിനുശേഷം പറഞ്ഞോ. മൊയ്യാരത്ത് ശങ്കരനെ കൊന്നതാരാ? കോൺഗ്രസ് ആണ്. അല്ല, ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, വാർത്തകൾ മുന്നിലേക്ക് വരുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. പാവർട്ടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും കയ്പമംഗലത്ത് നിന്നും ഈ മേഖലകളിൽ നിന്ന് നിരവധി രാഷ്ട്രീയ സംഘടനകൾ വരുന്നു. ചിലപ്പോഴൊക്കെ കൊലപാതകങ്ങൾ വരുന്നു, ഹർത്താലുകൾ വരുന്നു, ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരുന്നു. പാവർട്ടിയിൽ ഇപ്പോൾ ഒരു പരിധിവരെ ഈ വിഷയം കുറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കക്ഷികളുടെയും പ്രതിനിധികൾ ഒരു വിഷയത്തെയും, കഴിഞ്ഞുപോയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇന്ന വ്യക്തികൾ കൊല്ലപ്പെട്ടു, അവർക്ക് തിരിച്ചടി നൽകി, ആ വിഷയങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘടനകളും എന്തുകൊണ്ട് അവസാനിക്കാതിരിക്കുന്നു എന്നുള്ളത് ഓരോ നിമിഷവും വാർത്തകൾ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ്. ചുരുക്കി ഈ വിഷയങ്ങൾ ഒഴിവാക്കാനായി നിങ്ങൾ നേതാക്കന്മാർ വിചാരിച്ചാൽ തന്നെ സാധിക്കുകയില്ല എന്നുള്ളത് ചുരുക്കി 2 വരികളിലൂടെ 3 പേരും വ്യക്തമാക്കി. രാധാകൃഷ്ണൻ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിത് പറയാൻ ആഗ്രഹിച്ചിരുന്നതല്ല. അതുമാതിരി തന്നെ ഇപ്പോ അതിലേക്ക് വരും. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോലെയുള്ള സൈമൺ ബ്രിട്ടോ
അദ്ദേഹം SFIയുടെ നേതാവായിരിക്കുന്ന സമയത്ത് മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിച്ച് കടാരുകൊണ്ട് കുത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ശ്രീ ബാലചന്ദ്രൻ, ഈ കൊലപാതക ഇരിക്കൂ. അങ്ങനെയല്ല. അല്ല, നിങ്ങൾക്ക് ആ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഒരു കാര്യം ദയവേത് ഇരിക്കൂ. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങൾ ഇരിക്കൂ. ഇതൊക്കെ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെയും ചർച്ച ചെയ്യപ്പെടേണ്ട എന്നല്ല. പക്ഷെ നമ്മുടെ അജണ്ട അതല്ല. ഈ വിഷയങ്ങൾ 3 പേർക്കും പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയകാല കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നു അവർക്ക് തന്നെ. അതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളല്ല പ്രധാന അജണ്ട. ഈ മേഖലയിൽ, ഈ ചാലക്കുടി നിയോജക അല്ലില്ല, ഈ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചാണെങ്കിൽ പറയാൻ ഇവിടെ പലപ്പോഴും ഈ സംഘടനകൾ ഉണ്ടാകുമ്പോൾ, ഹർത്താൽ ഉണ്ടാകുമ്പോൾ, ജനങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കാനുള്ള അവസ്ഥ വരുമ്പോൾ കൂട്ടായ സംയുക്ത രാഷ്ട്രീയ പൊതുയോഗങ്ങൾ വിളിക്കാറുണ്ട്, കളക്ട്രേറ്റിൽ വിളിക്കാറുണ്ട്, മറ്റു മേഖലകളിൽ വിളിക്കാറുണ്ട്. പക്ഷേ ആ കൂട്ടായ യോഗങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം അതെല്ലാം മറന്നു പോകുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് എന്നത് ദുഃഖപൂർവ്വം അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയങ്ങളെക്കുറിച്ച്, പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച്, എലിവേറ്റഡ് ഹൈവേ, അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങൾ സംസാരിച്ച നിരവധി പേരെ കണ്ടു. മറ്റൊരു വനിത, അങ്ങോട്ട് വരാം. ഏത് വിഷയമാണ് സംസാരിക്കാനുള്ളത്? എലിവേറ്റഡ് ഹൈവേനെ തന്നെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സാറിനോട് ഈ സിഗ്നൽ വയ്ക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായിട്ട് യോജിക്കുന്നില്ല. കാരണം ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികളിൽ ഒരാളെ കാണുമ്പോൾ അതിലും വേഗത കൂടിയിട്ടാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അതിൻ്റെ പേരിൽ ഈ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ കുറെ പേര് ഇവിടെ ഈ ചത്തടങ്ങുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ MLA പറഞ്ഞിട്ടുണ്ട്, കുറെ എണ്ണം അരഞ്ഞു ചാവട്ടെ എന്നിട്ട് നോക്കാം ഈ മേൽപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ TRM പ്രതാപൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശ്രീ ടി രാധാകൃഷ്ണൻ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും എനിക്ക് ആരോട് എപ്പോൾ പറഞ്ഞു, നമ്മളിതൊരു വിസ്തരം തെളിവെടുക്കുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കിടക്കുന്നില്ല. ഈ എലിവേറ്റഡ് ഹൈവേയുടെ ഗൗരവം ജനങ്ങൾ പറയാം, മറുപടി പറയാം സുഹൃത്തെ, ഒരു പ്രശ്നവുമില്ല. TM പ്രതാപിനെ പോലെ മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായ ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കട്ടെ ആളുകൾ എന്ന് പറയും. അത് വിശ്വസിക്കുന്ന കേരള സമൂഹമല്ല ഈ കേരളത്തിലുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എലിവേറ്റഡ് ഹൈവേയെ കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാട് നേരത്തെ പറഞ്ഞല്ലോ. ഈ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി സമരം ചെയ്ത സമര സമിതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ നിര തന്നെ വേണു ശ്രീ രാധാകൃഷ്ണൻ പറയട്ടെ. ശ്രീ താങ്കൾ ഏത് കക്ഷിയുടെ പ്രതിനിധിയാണ് താങ്കൾ എന്നുള്ള വിഷയമില്ല. അല്ല പറയട്ടെ, പ്ലീസ് എലിവേറ്റഡ് ഹൈവേയുടെ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടിയുടെ നിലപാട്, ജനപ്രതിനിധികളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കി. അത് തന്നെയാണ്. സിഗ്നൽ സിസ്റ്റം ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ്സ് മാത്രമാണ്. മറ്റൊരു വിഷയമാണ്. അക്രമ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. കൊന്നും കൊലവിളിച്ചും തന്നെ ഇവിടെ കക്ഷി രാഷ്ട്രീയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മമാരെ സംബന്ധിച്ച് ആർക്കും ഇതിന്ന് കൈകഴുകി മാറാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ദയവേത് നിങ്ങൾ നേതാക്കന്മാർ നിങ്ങളുടെ അണികളെ നിയന്ത്രിച്ച് നിർത്താൻ തയ്യാറായാൽ ഇവിടെ കുറേയൊക്കെ സമാധാനം നിലനിർത്താൻ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇനി വിഷയത്തിലേക്ക് കിടക്കട്ടെ. വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം സാറ് പറഞ്ഞിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് രാധാകൃഷ്ണൻ സാറിനോടാണ്. ഈ നാടിന്റെ വികസനത്തിന് വഴിമുട്ടിക്കുന്ന പ്രധാന വിഷയം മദ്യമാണെന്ന് തന്നെ ഞങ്ങൾ കരുതാണ്. ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് അനുസരിച്ച് 400 ചില്ലാനും ബാറുകളുടെ നിലവാരമില്ലാത്ത ബാറുകളാണെന്ന് കണ്ടെത്തുകയും സുപ്രീം കോടതി അതിൽ നടപടി എടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ച് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് അത് നീട്ടിക്കൊടുക്കുന്നൊക്കെ കേൾക്കണുണ്ട്. പക്ഷെ ഈ നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് കൊടുങ്ങല്ലൂരിലെ 1-2 ബാറുകൾ ഒഴികെ ബാക്കി എല്ലാ ബാറുകളും ഇവിടുത്തെ അക്രമത്തിന്റെ അടിസ്ഥാന കാരണം ഈ ലഹരിയാണെന്ന് തന്നെ ഞങ്ങൾ അമ്മമാര് വിശ്വസിക്കുകയാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ പ്രവർത്തിക്കുന്ന ഈ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന അധികം ബാറുകൾക്കും ഈ റിപ്പോർട്ട് അനുസരിച്ച് നിലവാരമില്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തില് ഭരിക്കുന്ന സർക്കാർ, കോൺഗ്രസ് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുന്നു പറഞ്ഞ അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് സർക്കാർ എന്ത് നടപടി എടുക്കുന്ന അറിയാൻ ഈ വിഷയത്തിൽ 3 കക്ഷികളുടെ പ്രതിനിധികൾക്കും പറയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിലെ ബാറുകൾക്ക് ലൈസൻസ് നിരോധിക്കുന്നത് സംബന്ധിച്ച് ഇവർക്കാർക്കും ഇവിടെ നിന്ന് തീരുമാനമെടുക്കാനാവില്ല. നയപരമായ വിഷയമാണ്.
ഒരുപാട് കടമ്പകൾ ഉണ്ടായിരിക്കാം. ഇതിൽ പക്ഷേ 3 കക്ഷികളുടെ പ്രതിനിധികൾ വിചാരിച്ചാലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഈ 3 കക്ഷികളുടെ പ്രതിനിധികൾക്കും ഈ 3 കക്ഷികൾ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു കാര്യം ചിലപ്പോൾ പറയാൻ സാധിക്കുമായിരിക്കും. മദ്യപിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനെത്തുന്നവരെ, അങ്ങനെ സ്ഥിരമായി ഇപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കപട സദാചാരവാദികളുടെ അന്ധവിശ്വാസത്തിന് പിന്നാലെ പോകുന്നവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ചില മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരെ ചിലപ്പോൾ പകൽ സമയത്താവാം, അല്ലെങ്കിൽ രാത്രിയുടെ മറവിലാകും, പലപ്പോഴും മദ്യം കാരണമാകുമെന്ന് ഒരു അമ്മ പറയുന്നു. അങ്ങനെ വരുന്നവരെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതാവും എന്നുകൊണ്ട് ചങ്കൂറ്റം കാണിക്കില്ല. ചുരുങ്ങിയ പക്ഷം നിങ്ങൾ 3 പേരെങ്കിലും നിലപാട് വ്യക്തമാക്കുക. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ്. മദ്യത്തിൻ്റെ വിപത്തിനെ കുറിച്ച് ഞങ്ങളുടെ മഹിളാ അസോസിയേഷനും അതേമാതിരി DYFIയും SFI ഒക്കെ വലിയ വ്യാപകമായ പ്രചരണം നടത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി തീരുമാനമുണ്ട്, മദ്യപിച്ച് വരുന്ന പാർട്ടിക്കാരനാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും എന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ഈ അല്ലല്ല ഇവിടെ മറുപടി പറയാൻ മൂന്ന് കക്ഷികളുടെ പ്രതിനിധികളുണ്ട്. ആരും ആൾക്കൂട്ടത്തിൽ നിന്ന് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ടി യു രാധാകൃഷ്ണൻ, താങ്കളുടെ നിലപാട് എന്താണ്? മദ്യം നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ ആവശ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ കൊടുത്തു, പുതിയ ബിവറേജസ് ഷോപ്പുകൾ തുടങ്ങി. ഞങ്ങളുടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി തീരുമാനിച്ചത് പുതിയ ബാറുകൾക്കും പുതിയ ബിവറേജ് ഷോപ്പുകൾ കേരളത്തിൽ ആരംഭിക്കണ്ടായി എന്ന് നയപരമായി തീരുമാനമെടുത്തു. ഞങ്ങൾ വന്നതിന് ശേഷം കേരളത്തിൽ റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ മദ്യനയത്തെക്കുറിച്ച് വീണ്ടും ഒരു പുനരാലോചന നടത്തി. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലൈസൻസ് കൊടുത്താൽ മതി. ഈ സാമ്പത്തിക വർഷം മുതൽ ഇനി 4 സ്റ്റാർ ഹോട്ടലുകൾക്കും 5 സ്റ്റാർ ഹോട്ടലുകൾക്കും മാത്രം ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രം. താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ശ്രീ ടി യു രാധാകൃഷ്ണൻ. അത് സർക്കാരിന്റെ മദ്യനയത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഞങ്ങളുടെ സർക്കാരാണ് കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു അമ്മ ചോദിക്കുന്നത് കൊടുങ്ങല്ലൂർ മേഖല, ഇതിനെ കുറിച്ച് പറയൂ. ഈ മേഖലയിൽ മദ്യപിച്ച് വരുന്ന പ്രവർത്തകരെ പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല, യോഗങ്ങളിൽ പോലും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിന്റെ നിലപാട് മദ്യനിരോധനം അത് കോൺഗ്രസിന്റെ ഈ രാജ്യത്ത് ആദ്യമായിട്ട് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ചാരായം നിരോധിച്ചുകൊണ്ട് മദ്യത്തെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചത്. പക്ഷെ ചാരായത്തെക്കാൾ ഉപരി ചാരായം കിട്ടിയില്ലെങ്കിൽ മറ്റ് ബ്രാൻഡിയോ വിസ്കിയോ കിട്ടാറുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ പ്രവർത്തകർ മദ്യപിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ വ്യക്തിപരമായ നിലപാട്. പാർട്ടിയുടെ മെമ്പർഷിപ്പ് കിട്ടി മദ്യപാനി അല്ലാന്ന് എഴുതി കൊടുക്കണം. ശരി. പിന്നെ ശ്രീ ബിജെപിയുടെ പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ യോഗങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, BJPയുടെ യോഗങ്ങളിലൊന്നും മദ്യപാനികളെ പങ്കെടുപ്പിക്കാറില്ല. മദ്യപിച്ചുകൊണ്ട് BJP യോഗങ്ങളിൽ എത്താൻ പാടില്ല എന്ന് ശക്തമായിട്ട് പറയുന്ന പ്രസ്ഥാനമാണ് BJP. പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മേഖലയാണ് ഈ അബ്കാരി മേഖല. ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ആ അബ്കാരി മേഖല ഈ കേരളത്തിൽ നിർത്തിക്കളഞ്ഞാൽ, ഇപ്പോൾ തന്നെ അബ്കാരി മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം അതിൽ നിന്നാണ്. എന്നിട്ട് പോലും ഒരു വികസനവും നമ്മുടെ കേരളത്തിൽ നടക്കണില്ല. മറിച്ച് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്ത്, നിങ്ങൾ ചിന്തിക്കണം, സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ ഈ കേരളത്തിനേക്കാളും 100 മടങ്ങ് വികസനം നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? ബുദ്ധി വേണം, കാഴ്ചപ്പാട് വേണം, വികസന നയം വേണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചൊരു കാര്യമില്ല. ഇവിടെ കേരളത്തില് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. അത് കൊലപാതകമായാലും മദ്യത്തിന്റെ ആയാലും മറ്റെന്തായാലും, ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളായാലും, ഇപ്പൊ ഈ പയ്യൻ നവാസിന്റെ കൊലക്കേസ്, എന്താ നവാസിന്റെ കൊലക്കേസ് അറസ്റ്റ് ചെയ്തു. ഏരിയ കമ്മിറ്റി ഞാൻ ചോദിച്ച ചോദ്യം മദ്യപിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് BJPയുടെ നിലപാട്. 3 പേരും അതിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ് നമുക്ക് വഴിവിട്ട് പോകേണ്ടതില്ല. കൂടുതൽ പേർ ചോദിക്കാനുണ്ട്. തിരഞ്ഞെടുപ്പ് അതൊരു വളരെ പ്രസക്തമായാണ്. അത് ബാർ എന്നല്ല, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫണ്ട് വാങ്ങുന്നത്, അതിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുമ്പോൾ തീർച്ചയായും അവർക്കൊരു വിഷയം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആദ്യം ഉണ്ണികൃഷ്ണനിൽ തന്നെ തുടങ്ങാം. അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടോ? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും ഫണ്ട് സംഭാവനയോ അല്ലെങ്കിൽ പിരിവുകളോ സ്വാഭാവികമായും എല്ലാവരും ചെയ്യാറുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് സമൂഹത്തിന് എതിരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്
ഞങ്ങൾ ഫണ്ട് വാങ്ങില്ല എന്ന ഒരു നിലപാട് കക്ഷികളുടെ പ്രതിനിധികൾ ഈ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞങ്ങൾ എടുക്കാറുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അബ്കാരിയുടെ കയ്യിൽ നിന്നോ ഏതെങ്കിലും ഒരു ബാറിൽ നിന്നോ 10 രൂപ BJP കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ BJP വാങ്ങുന്നില്ല എന്ന് പറയുന്നു, അപ്പോൾ UDF-ഉം LDF-ഉം വാങ്ങുന്നുണ്ടോ? ഞങ്ങളുടെ KPCC പ്രസിഡന്റ് ഞങ്ങൾ സംഭാവന സ്വീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു പ്രസ്താവന കൊടുക്കുന്നുണ്ടായി. കളങ്കിത കരങ്ങളിൽ നിന്നും 1 രൂപയും ഇനി KPCC ഫണ്ട് സ്വീകരിക്കത്തില്ല. ഈ ബാറുകളിൽ നിന്നും കളങ്കിത കരങ്ങളിൽ നിന്നും അല്ല, കളങ്കിത കരങ്ങളിൽ നിന്നും ബാറുകളിൽ നിന്നും അല്ല കളങ്കിത കരങ്ങളിൽ നിന്നും ഇനി സംഭാവന സ്വീകരിക്കില്ല എന്ന് KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ നിന്നും ബാർ കളങ്കിതരാണെങ്കിൽ അത് വാങ്ങത്തില്ല. ഓക്കെ, ശ്രീ LDF-ന്റെ പ്രതിനിധി ശ്രീ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്തത് 10 രൂപയുടെയും 25 രൂപയുടെയും 50 രൂപയുടെയും കൂപ്പൺ അടിച്ച് വീട് വിടാൻ തന്നെ കയറി ഇറങ്ങിയിട്ടാണ്. ഒരു ബാറിലും കയറി പൈസ പിരിച്ചിട്ടില്ല. ചോദ്യം മുസ്ലിസ് പൈതൃക പദ്ധതി വരുന്നതോടുകൂടി ഇവിടെ തീരദേശ റെയിൽവേയുടെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. അതിന് വല്ല നടപടി എടുക്കുമോ? TU രാധാകൃഷ്ണന്റെ ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വികസന വിഷയമാണ് നമ്മുടെ തീരദേശത്തുകൂടി ഇടപ്പള്ളി മുതൽ തുടങ്ങുന്ന പഴയകാലത്തെ ഒരു സ്വപ്നമായിരുന്നു പൊന്നാനി വരെയും ആ റെയിൽവേ മുട്ടിക്കണം. എനിക്ക് തോന്നുന്നു 92-ലോ 91-ലോ നമ്മുടെ MP ആയി ശ്രീ PC ചാക്കോ ഇരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ തീരദേശ റെയിൽവേയെക്കുറിച്ചുള്ള ഒരു ചർച്ച ആരംഭിച്ചത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രീ MP പലയിടത്തും ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഇവിടെ ഞങ്ങൾ ചൂണ്ടിപ്പിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തീരദേശ റെയിൽവേ ഒരു വികസന പ്രശ്നമാണ്. ഏത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ വന്നാലും ആ വിഷയം ഗൗരവമായി പരിഗണിക്കുമെന്ന് കരുതുന്നു. പ്രാദേശിക വിഷയമാണെങ്കിൽ മാത്രം. ബാലേന്ദ്ര മാസ്റ്ററോടാണ് ചോദ്യം. നമ്മുടെ MP ധനപാലനായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള MLA TN പ്രതാപനാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരസഭ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വല്ല മേൽക്കൈമ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ വികസനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ എതിര് നിന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശ്രീമാൻ TN പ്രതാപനുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി നടത്താറുള്ളത്. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യാറുണ്ട്. മുനിസിപ്പാലിറ്റി പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. അല്ലാതെ TN പ്രതാപനോ അല്ലെങ്കിൽ ധനപാലനോ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കാലത്തും മുനിസിപ്പാലിറ്റി എതിരെ. ശരി, താങ്കളുടെ ചോദ്യം എന്താണ്? പ്രാദേശിക വിഷയമാണെങ്കിൽ മാത്രം, വികസന വിഷയമാണെങ്കിൽ മാത്രം. അതെ, ഒരു വികസന വിഷയമാണ് എനിക്ക് TU രാധാകൃഷ്ണനോടാണ് ചോദിക്കാനുള്ളത്. ചാലക്കുടി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ പടിഞ്ഞാററ്റമാണ് കൈപ്പങ്കലം നിയോജകമണ്ഡലം. അവിടുത്തെ MLA ഇടതുപക്ഷത്തിൻ്റെ VS സുനിൽകുമാറാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വോട്ട് ചോദിച്ചു വന്നപ്പോൾ തീരദേശ പ്രദേശത്തുള്ള ജനങ്ങളോടൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അവിടെ പരിപൂർണമായും കടൽഭിത്തി സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുവരെ ആ കടൽഭിത്തി ഉണ്ടാക്കുവാനുള്ള ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇന്ന് വോട്ട് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിറച്ചും ബോർഡ് വെച്ചിരിക്കും. ആരോടാണ് ചോദ്യം? എനിക്ക് ഈ കാര്യത്തിൽ ഇവരെ ഇടതുപക്ഷത്തിൻ്റെ MLA എന്നുള്ള രീതിയിൽ VS സുനിൽകുമാർ എടുത്ത നിലപാട് നമുക്ക് വളരെ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു ശ്രീ PC ചാക്കോ ജയിച്ച് MP. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് PC ചാക്കോ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ PC ചാക്കോ ഈ കാര്യത്തിൽ എന്ത് ജനങ്ങളോട് എന്ത് മറുപടിയാണ് PC ചാക്കോന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളിലേക്ക് വരാം. ശ്രീ ബാലചന്ദ്രൻ, ആദ്യമായി തന്നെ ഓരോ കക്ഷികൾക്കും ചാലക്കുടി മണ്ഡലത്തിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും BJP-യും ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. ഇതിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം കൂടിയായ ഇന്നസെന്റ് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, കാരണം തിരഞ്ഞെടുപ്പിന്റെ വളരെയധികം ചൂടുപിടിച്ച നിമിഷങ്ങളിലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കക്ഷികളുടെ പ്രതിനിധികൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഓരോ കക്ഷികളും ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് നടപ്പാക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടിയും കയ്പമംഗലവും കൊടുങ്ങല്ലൂരും എല്ലാം തന്നെ ഈ പറഞ്ഞ കടൽഭിത്തി, അതുപോലെ തന്നെ എലിവേറ്റഡ് ഹൈവേ, അതുപോലെ ബാക്കിയുള്ള നിരവധി വിഷയങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ഈ ബാറുകൾ, നിരവധിയുള്ള ബാറുകളുടെ വിഷയങ്ങൾ, തീരദേശ റോഡ്, ഇങ്ങനെയുള്ള നിരവധി പ്രാദേശിക വികസന വിഷയങ്ങളുണ്ട്. ഇടതുമുന്നണിയുടെ പ്രതിനിധിയാണ് ജയിച്ചു വരുന്നതെങ്കിൽ എന്തെല്ലാം നടപ്പാക്കും എന്നുള്ളത് ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജനങ്ങളെ ദ്രോഹിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നസെന്റ് പറഞ്ഞിട്ടുള്ളത് തന്നെ. അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അദ്ദേഹം നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ മുൻപന്തിയിൽ അദ്ദേഹം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ശ്രീമാൻ ഷംസുദ്ദീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് VS സുനിൽകുമാർ അവിടെ ഇടപെട്ടില്ല, കടൽഭിത്തി വന്നില്ല. നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ PC ചാക്കോ, അദ്ദേഹം 10-16 വർഷം മുമ്പ് 3 വരെ ഇവിടെ മറ്റുള്ളവർ ഒരു നിമിഷം ശ്രീ ബാലേന്ദ്രൻ, ഞാൻ ഇടപെട്ടോട്ടെ. മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നല്ല, ഇനി അവർ വന്നാൽ എന്ത് ചെയ്യുന്നല്ല, ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ച് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രം ദയവ് ചെയ്തു. നമ്മുടെ രാജ്യത്ത്, അതായത് മൂന്നപുരം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ, അത് വെള്ളമായാലും കുടിവെള്ളമായാലും കൊള്ളാം, സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യങ്ങളായാലും കൊള്ളാം, വൈദ്യുതി ആയാലും കൊള്ളാം, ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് സമരം ചെയ്യാൻ തയ്യാറുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീമാൻ ഇന്നസെൻറ്റ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ നേരത്തെ ഇവിടെ വന്ന ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളായാലും എലിവേറ്റഡ് ഹൈവേ ആയാലും അല്ലെങ്കിൽ സിഗ്നൽ സ്ഥാപിക്കുന്ന കാര്യമായാലും അതിനെല്ലാം പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന പ്രതിജ്ഞാബദ്ധമാണ്. ശ്രീ ടി രാധാകൃഷ്ണൻ വളരെ ചുരുക്കി ചാലക്കുടി മണ്ഡലത്തിലെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ ജില്ലയിൽപ്പെടുന്ന ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ എടുത്തു പറഞ്ഞാൽ നന്നായിരിക്കും. ഞങ്ങളുടെ UDFിൻ്റെ അഭ്യർത്ഥന ജനങ്ങളുടെ കയ്യിലേക്ക് ഇന്നലെയും ഇന്നുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ PC ചാക്കോ ജയിച്ചു വന്നാൽ ഈ 3 നിയോജകമണ്ഡലത്തിലെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന കാര്യങ്ങൾ അതിലെടുത്തു പറയുന്നുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം നമ്മുടെ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നിട്ടായാലും ഈ കയ്പമംഗലം അതുപോലെ കൊടുങ്ങല്ലൂർ മേഖലയുടെ കടൽഭിത്തി നിർമ്മാണം ശ്രീ PC ചാക്കോൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുമെന്ന് UDF ആ അഭ്യർത്ഥനയിൽ കൂടി ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ടൂറിസം മേഖലയുടെ ഏറ്റവും വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതിരപ്പള്ളി. അതുപോലെ അതിരപ്പള്ളിയുടെ ടൂറിസം സാധ്യതകളെ കണ്ടെത്തി കേരളത്തിലെ ടൂറിസം മുഴുവൻ വികസിക്കുന്നത് കേന്ദ്ര ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിരപ്പള്ളിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ഞങ്ങളുടെ UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പട്ടികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പലപ്പോഴും 2 തവണ നമ്മുടെ സഹോദരി ചോദിച്ചതാ ബാറുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന് ആ വിധി നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വശങ്ങൾ ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പത്രത്തിൽ 1-ാം തീയതി കേരളത്തിലെ മുഴുവൻ ബാറുകളും പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. പ്രാദേശിക വിഷയങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിയ അല്ല, അപ്പോൾ അതിൽ ഒരു നയപരമായ തീരുമാനം ഗവൺമെൻറ്റിന് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എലിവേറ്റഡ് ഹൈവേ കൊടുങ്ങല്ലൂർക്കാരുടെ ഒരു സ്വപ്നമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട MP, പിന്നെ CPMന് എന്തും പറയാം, കാരണം അവർ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകാത്ത പാർട്ടിയാണ്. പ്രാദേശിക വിഷയങ്ങളെ കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പാർട്ടിയാണ്. ഇതിന് മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ടായിരിക്കും. എന്തായാലും അതുകൊണ്ട് ശ്രീ BJPയുടെ പ്രതിനിധി ശ്രീ KP ഉണ്ണികൃഷ്ണൻ, ചുരുങ്ങിയ താങ്കളുടെ കക്ഷിക്കുമുണ്ടായിരിക്കും, താങ്കളുടെ സ്ഥാനാർത്ഥിക്കുമുണ്ടായിരിക്കും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങളെ കുറിച്ച് ചുരുങ്ങിയ 2 മിനിറ്റിനുള്ളിൽ ആ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം ജയിക്കുകയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മേഖലയിലുള്ള നമ്മുടെ ഈ മേഖലയിൽ തന്നെ ഹൈവേയുമായി ബന്ധപ്പെട്ട മുഴുവൻ തടസ്സങ്ങളും നീക്കും. തീരദേശ റെയിൽവേയുമായി ബന്ധപ്പെട്ട മുഴുവൻ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ആ തീരദേശ റെയിൽവേ കൊടുങ്ങല്ലൂർ മേഖലയുടെ ഒരു സ്വപ്ന പദ്ധതി അത് നടപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കടലോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടൽഭിത്തി നിർമ്മാണത്തിന് ഊന്നൽ നൽകും. പിന്നെ നമ്മുടെ പുല്ലൂറ്റ് പാലം, കുറേ നാളുകളായി ജനങ്ങളുടെ ആഗ്രഹമാണ് പുല്ലൂറ്റ് പാലം, അതിൻ്റെയും പണി തുടങ്ങാനുള്ള സത്വര നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ അഴീക്കോട് പാലം, അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും നേരത്തെ ഉയർന്നു വന്നൊരു വിഷയമാണ് പാലിയേക്കര ടോൾ. ആ ടോളിന് തീരുമാനം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊന്ന് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് BJP സർക്കാർ, അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് നിഷേധിക്കാൻ കോൺഗ്രസ് സാധ്യമല്ല. LNG ടെർമിനൽ 30 കൊല്ലക്കാലമായിട്ട് ചുവപ്പ് നാളയിൽ കുടുങ്ങിക്കിടന്ന LNG ടെർമിനലിൽ അത് പൊടി തട്ടിയെടുത്ത് കൊണ്ടുവന്നത് അടൽ ബിഹാരി വാജ്പേയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എലിവേറ്റർ ഹൈവേ, ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടാണ് എലിവേറ്റഡ് ഹൈവേ. ആ എലിവേറ്റഡ് ഹൈവേ അത് യാഥാർത്ഥ്യമാക്കണമെന്നാണ് BJPയുടെ ആഗ്രഹം. മോഡി സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് യത്നിക്കും. മൂന്ന് കക്ഷികളുടെയും മൂന്ന് കക്ഷികളുടെ ശക്തമായിട്ട് തടയാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് മൂന്ന് കക്ഷികളുടെയും പ്രതിനിധികൾ വികസന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ശ്രീ ടി രാധാകൃഷ്ണൻ വികസന പ്രശ്നങ്ങൾ സംബന്ധിച്ച് 3 കക്ഷികളുടെയും പ്രതിനിധികൾ പങ്കുവച്ചു കഴിഞ്ഞു. ശ്രീമാൻ ഇന്നസെന്റ് മത്സരിക്കുന്നു, അതുപോലെ തന്നെ ശ്രീ PC ചാക്കോ മത്സരിക്കുന്നു, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നു.
മൂന്ന് കക്ഷികളിൽ ആരായാലും വിജയ സാധ്യത ആർക്കായാലും നമ്മൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, വികസന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പങ്കുവച്ചത്. TCVക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോയെങ്കിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ചാലക്കുടിയിലെയും കൊടുങ്ങല്ലൂരിലെയും കയ്പമംഗലെയും നിയോജക മണ്ഡലത്തിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. ഈ കക്ഷികളിൽ ആര് പ്രതിനിധികൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായി തന്നെ ഉന്നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മദ്യനയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കൊടുങ്ങല്ലൂരിലെ അമ്മമാരുടെ കണ്ണുനീരിനെ കുറിച്ച് എല്ലാറ്റിനും അറുതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് സമയം വളരെ പരിമിതമാണ്. 1 മണിക്കൂറിനുള്ളിൽ ഒരുപാട് വിഷയങ്ങളിലൂടെ പങ്കുവെക്കേണ്ടതുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി സമയം പങ്കുവച്ചതിൽ ഇടതുമുന്നണിയുടെ ശ്രീമാൻ ബാലചന്ദ്രൻ, ഒപ്പം തന്നെ UDFന്റെ ശ്രീ TU രാധാകൃഷ്ണൻ, BJPയുടെ ശ്രീ KP ഉണ്ണികൃഷ്ണൻ, എല്ലാവർക്കും, ഒപ്പം തന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പോരാട്ടത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നമസ്കാരം.